വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ മൈ ലൈഫ് ക്ലീനിങ് വ്ളോഗോ ഒന്നുമല്ല, അതിലും വ്യത്യസ്തമായിട്ടൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ദിവസം കൊണ്ട് ഇത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിഞ്ഞില്ല, ഭയങ്കര മടിയാണിപ്പോൾ. അപ്പോൾ ഞാൻ കൂടുതലും ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോ ഞാൻ 1-2 മാക്സിമം ഇടാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിന് ചുറ്റും എന്തോ പറ്റി കേട്ടോ, നല്ലപോലെ വിങ്ങിയിരിക്കണം. എന്ത് പറ്റിയതെന്തോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുവിൻ്റെ ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നല്ല മുഖത്ത് ടാൻ അടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇടാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങനത്തെ വീഡിയോസ്, സ്കിൻ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡേ മൈ ലൈഫ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു കാപ്പിപ്പൊടി ആട്ടോ വേണ്ട, ഒരു കവർ കാപ്പിപ്പൊടി വേണം. ഏത് വേണോ എടുക്കാം. ഞാൻ ഇപ്പോൾ ബ്രൂ ആട്ടോ എടുത്തിട്ടുള്ള. ഇൻസ്റ്റൻറ്റ് ബ്രൂ ആകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാപ്പിപ്പൊടി വേണോ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഫി കുടിക്കണോണ്ട് അത് ഉണ്ടാവും. അത് കഴിഞ്ഞ് എടുത്തത് ആട്ടപ്പൊടി ആട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി. നമുക്ക് റേഷൻ കടയിൽ നിന്നിട്ട് ആട്ടപ്പൊടി ആയാലും മതി കേട്ടോ. അതെടുക്കുക കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു ആലോവേറ ജെല്ലാണ്. ഞാൻ വീട്ടിലുള്ള ആലോവേറ ജെല്ലാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ആലോവേറ ജെല്ല് വേണോ എടുക്കുക. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ, നിങ്ങൾക്ക് അവൈലബിൾ ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലത്തെ കറ്റാർവാഴ ജെല്ലാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ല് കടയിൽ നിന്നാണ് ഉള്ളതെങ്കിൽ അതെടുക്കുക കേട്ടോ. ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു പകുതി ചെറുനാരങ്ങ ഇതിലോട്ട് സ്വീസ് ചെയ്ത് വീത്തുന്നുണ്ട്. അതെല്ലാം ചില സ്കിൻ ടൈപ്പുകാർക്ക് ഈ നാരങ്ങ നീരൊന്നും പറ്റാതെ വരും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നാരങ്ങ നീരിന് പകരമായിട്ട് നമ്മുടെ തേനുണ്ടല്ലോ, തേൻ ഉപയോഗിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആ കറ്റാർവാഴ ജെല്ല് അതിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫൈനായിട്ട് വരും. ഞാൻ കുറച്ച് വെള്ളം പോലെ കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കതാണ് യൂസ് ചെയ്യാൻ എളുപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിക്കും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടി, പുറത്ത് പോയിട്ട് ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് നല്ലോട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഹിമാലയയുടെ ഫേസ് വാഷാണ്, നീം ഫേസ് വാഷ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപയോഗിച്ച് നിങ്ങൾ ഫേസ് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം കാണിക്കുന്നത് ഞാൻ പൈപ്പിൽ നിന്നാണ്. അപ്പോൾ സൈഡിലാട്ടോ പൈപ്പുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇങ്ങനെ കഴുകി കാണിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തു. നമുക്ക് എന്തായാലും നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് മാത്രമേ, ഏത് പാക്കായാലും ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മുടെ പാക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പാക്ക് ഇടുന്നത്, ഞാൻ കൈകൊണ്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഈ മാർക്കറ്റിലൊക്കെ ഇത് ബ്രഷ് അവൈലബിൾ ആണ്. ഇതിടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് ഉള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ ആയുധം, കൈ വെച്ച് അങ്ങ് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല വലിച്ചിലാണ്, നല്ല വേദനയുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, നല്ലപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ഒപ്പിക്കൊടുക്കുക വെള്ളം വെച്ചിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഖം മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം മാറ്റം ഉണ്ടെന്ന്. നല്ലൊരു ഫേസ് മാസ്ക് ആട്ടോ ഇത്, ഫേസ് പാക്ക് ആട്ടോ ഇത്. നല്ലൊരു ബ്രൈറ്റിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പാക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ, നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് റിസൾട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വിശ്വസിച്ച് ഒരു പാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. അപ്പോൾ ഇത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.